എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഴംപൊരിൻ്റെ റെസിപ്പിയാണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു 3 ഏത്തക്കായാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറിയ ചെറിയ പീസുകളായിട്ട് സ്ലൈസ് ചെയ്തതാണ്. പിന്നെ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദയാണ്. ഫ്ലോർ നമ്പർ 1 ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനകത്തേക്ക് ഞാൻ ഇതിനകത്ത് ഫുഡ് കളറിന് പകരം ഞാൻ ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു ചെറിയ സ്പൂണ് ബ്രൗൺ ഷുഗർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യണം. കട്ടയും തരിയും ഒന്നും ഇല്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി തിക്നെസ്സും ആവരുത്, ഒത്തിരി വെള്ളം പോലെ ലൂസും ആവരുത്. ഒരു മീഡിയം തിക്നെസ്സിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടാക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പഴത്തിൻ്റെ പീസും എടുത്ത് മാവിൽ നല്ലോണം ടിപ്പ് ചെയ്തിട്ട് പഴത്തിൻ്റെ എല്ലാ ഭാഗത്തും മാവ് ഇങ്ങനെ പൊതിഞ്ഞ് കവേർഡായിട്ടിരിക്കുന്ന രീതിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തിളച്ച എണ്ണയ്ക്കകത്ത് ഇടുക. ഇവിടെ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. മറു സൈഡും കൂടി മറിച്ചിട്ടതിന് ശേഷം നല്ലോണം ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ ഞാനിട്ട്, എനിക്കതാണ് ഇഷ്ടം. അതുകൊണ്ടിട്ടാണ്, കുഞ്ഞുങ്ങൾക്കും അത് തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ടിട്ടാണ് കുറച്ച് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തത്. എന്നിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് ഫ്രൈ ചെയ്തതെല്ലാം ഇതുപോലെ കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് സെക്കൻഡ് ടൈം ഉണ്ടായിരുന്ന ബാക്കി എല്ലാം ഒരു സൈഡ് ഫ്രൈ ആയതാണ്. ഇപ്പോൾ ഇവിടെ പഴംപൊരി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മധുരമുള്ള പഴംപൊരി റെഡി. താങ്ക് യു ഫോർ വാച്ചിങ്.